ശരിയായി മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് അൺലിമിറ്റഡ് കോസ്മിക് എനർജി ലഭിക്കും. എന്താണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ശരിക്കും സംഭവിക്കുന്നത്? മെഡിറ്റേഷൻ എങ്ങനെ ചെയ്തു തുടങ്ങാമെന്ന് നോക്കാം. നമുക്ക് കൂടുതൽ അതീന്ദ്രിയ ജ്ഞാനങ്ങളും സിദ്ധികളും ലഭിച്ചു തുടങ്ങും. ബാക്കി നമ്മളെ പൂർണ്ണമായും ആരോഗ്യവാന്മാരാക്കുന്നു. അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമ്മുടെ അസുഖങ്ങളൊക്കെ ഇല്ലാതാക്കാൻ സാധിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ശ്രീരാജാണ്. മെഡിറ്റേഷനെ കുറിച്ചുള്ള ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, എന്താണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ശരിക്കും സംഭവിക്കുന്നത്? പലരും പല മെഡിറ്റേഷനുകളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. യൂട്യൂബിലൂടെ കണ്ടിട്ടും മറ്റ് കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടും അതിൽ മിക്ക ആൾക്കാർക്കും ഒരു ധാരണയില്ല എന്താണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ശരിക്കും സംഭവിക്കുന്നതെന്ന്. അപ്പൊ അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. പിന്നെ ആദ്യകാലത്ത് ഞാൻ പ്രാക്ടീസ് ചെയ്തു വന്ന ഒരു സിമ്പിൾ മെഡിറ്റേഷൻ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. എങ്ങനെയാണ് ഞാൻ മെഡിറ്റേഷൻ കണ്ടിന്യൂസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നത്, അതിന് വേണ്ടിയുള്ള സീക്രട്ട് എന്തൊക്കെയാണെന്ന് കൂടി ഞാൻ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായും വീഡിയോ മുഴുവനായി കാണുക. ഞാൻ ഒരുപാട് സീക്രട്സ് റിവീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ സിമ്പിൾ മെഡിറ്റേഷൻ ഞാൻ 1.5 വർഷത്തോളം പ്രാക്ടീസ് ചെയ്ത് വന്നതാണ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് വളർച്ച നേടാൻ സാധിച്ചിട്ടുണ്ട്. എന്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ വീഡിയോ മുഴുവനായി കാണുക. മെഡിറ്റേഷനെ കുറിച്ചുള്ള വളരെ നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആദ്യമായി നമുക്ക് മെഡിറ്റേഷനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. അതിനുശേഷം നമ്മൾക്ക് എങ്ങനെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാമെന്ന് നോക്കാം. മെഡിറ്റേഷൻ മലയാളത്തിൽ ധ്യാനം എന്ന് അറിയപ്പെടുന്നു. പലതരത്തിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്. സിമ്പിൾ മെഡിറ്റേഷൻ, ഗൈഡഡ് മെഡിറ്റേഷൻ, ബ്രെത്ത് ഫോക്കസ്ഡ് മെഡിറ്റേഷൻ, ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ, സഹജയോഗ മെഡിറ്റേഷൻ, രാജയോഗ മെഡിറ്റേഷൻ, തേർഡ് ഐ മെഡിറ്റേഷൻ, തീറ്റ സ്റ്റേറ്റ് മെഡിറ്റേഷൻ, ഓഷോ മെഡിറ്റേഷൻ, കുണ്ടലിനി മെഡിറ്റേഷൻ, അങ്ങനെ ഒരുപാട് പേരുകളിൽ പലതരത്തിലും പല വിധത്തിലും ചെയ്യാവുന്ന മെഡിറ്റേഷൻസ് ഉണ്ട്. യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഒരുപാട് തരത്തിലുള്ള മെഡിറ്റേഷൻസ് കാണാൻ സാധിക്കും. പല ഗുരുക്കന്മാരും പല പേരുകളിലായിട്ട് വ്യത്യസ്തമായ മെഡിറ്റേഷൻസ് ഇറക്കിയിട്ടുണ്ട്. മെഡിറ്റേഷൻ്റെ ഒരുപാട് പെയ്ഡ് കോഴ്സുകളും ലഭ്യമാണ്. കൂടാതെ സൗജന്യമായിട്ട് മെഡിറ്റേഷൻ പരിശീലിപ്പിക്കുന്ന കളക്റ്റീവ് മെഡിറ്റേഷൻ സെൻറ്റേഴ്സും ഉണ്ട്. ഉദാഹരണത്തിന് സഹജയോഗ സെൻറ്റർ, ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ സെൻറ്റർ, അങ്ങനെ കുറച്ച് പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ട് മെഡിറ്റേഷൻ പരിശീലിപ്പിക്കുന്ന സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ കളക്റ്റീവ് മെഡിറ്റേഷൻ സെൻറ്റേഴ്സിനെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്യുന്നതാണ്. മെഡിറ്റേഷൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ കോസ്മിക് എനർജി എന്ന ലൈഫ് ഫോഴ്സ് അല്ലെങ്കിൽ ജീവശക്തിയെക്കുറിച്ച് അറിയുകയുണ്ടായി. കോസ്മോസിൽ അഥവാ നമ്മുടെ പ്രപഞ്ചത്തിലുള്ള എനർജിയാണ് കോസ്മിക് എനർജി. കോസ്മിക് എനർജിയെ പല പേരുകളിൽ റെഫർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ലൈഫ് ഫോഴ്സ് എനർജി, ഹയർ കോൺഷ്യസ്നസ്, സുപ്രീം കോൺഷ്യസ്നസ്, യൂണിവേഴ്സൽ എനർജി, അങ്ങനെയൊക്കെ. അപ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ പ്രപഞ്ചത്തിലുടനീളമുള്ള യൂണിവേഴ്സൽ എനർജി അല്ലെങ്കിൽ ഒരു ദൈവികമായ ശക്തിയായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. കോസ്മിക് എനർജിയാണ് നമ്മുടെ പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ രൂപം നൽകിയതും അതൊക്കെ നിയന്ത്രിക്കുന്നതും നിലനിർത്തി കൊണ്ടുപോകുന്നതും. അതുകൊണ്ട് ഒരു ഇൻ്റലിജൻ്റ് എനർജി ആണെന്ന് പറയാം. വേദങ്ങളിലും ഉപനിഷത്തുകളിലും മറ്റ് ഗ്രന്ഥങ്ങളിലുമൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ തുടർന്നുള്ള വീഡിയോകളിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. ഓരോ മനുഷ്യജീവികളുടെയും നിലനിൽപ്പിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു എനർജി കൂടിയാണ് കോസ്മിക് എനർജി. നമ്മുടെ നിത്യജീവിതത്തിലെ പ്രവർത്തികൾക്ക് കോസ്മിക് എനർജി ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ചിന്തിക്കുമ്പോഴും കാണുമ്പോഴും കേൾക്കുമ്പോഴുമൊക്കെ ഈ ദൈവികമായ എനർജി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ കൈവശമുള്ള കോസ്മിക് എനർജിയുടെ അളവ് കുറയുമ്പോഴാണ് നമ്മൾക്ക് ടെൻഷൻ, സ്ട്രെസ്സ് കൂടാതെ മറ്റ് ശാരീരികമായ പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടുന്നത്. ഒരു പരിധിയിലേറെ കോസ്മിക് എനർജിയിൽ കുറവുണ്ടാകുമ്പോഴാണ് നമ്മൾക്ക് പല അസുഖങ്ങളും പിടിപെടുന്നതും നമ്മളൊരു രോഗിയായി മാറുന്നതും. സാധാരണ നിലയിൽ കോസ്മിക് എനർജി നമ്മൾക്ക് നന്നായി ലഭിക്കുന്നത് ഉറക്കത്തിലും പിന്നെ ഡീപ്പ് സൈലൻസിലുമാണ്. അതായത് നമ്മുടെ മനസ്സ് വളരെ നിശബ്ദവും അല്ലെങ്കിൽ ശാന്തവുമായ സാഹചര്യങ്ങളിലാണ്. ഉറക്കത്തിലൂടെ ലഭിക്കുന്ന ലിമിറ്റഡ് ആയിട്ടുള്ള കോസ്മിക് എനർജി നമ്മൾക്ക് പലപ്പോഴും തികയാതെ വരും. അപ്പോഴാണ് നമുക്ക് സ്ട്രെസ്സ്, ടെൻഷൻ തുടങ്ങിയ നെഗറ്റീവ് കാര്യങ്ങൾ അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്ക് നന്നായി ഉറങ്ങാൻ സാധിക്കുന്ന ദിവസങ്ങളിൽ നല്ല എനർജറ്റിക് ആൻഡ് പോസിറ്റീവായി ഫീൽ ചെയ്യാറുണ്ട്. ഇത് നല്ലപോലെ കോസ്മിക് എനർജി ലഭിക്കുന്നത് കൊണ്ടാണ്. കോസ്മിക് എനർജിയുടെ ലഭ്യതക്കുറവും അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളും വളരെ എളുപ്പത്തിൽ കൂടുതൽ കോസ്മിക് എനർജി നേടിക്കൊണ്ട് നമുക്ക് പരിഹരിക്കാനാകും. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു പ്രാക്ടീസാണ് മെഡിറ്റേഷൻ. ശരിയായി മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് അൺലിമിറ്റഡ് കോസ്മിക് എനർജി ലഭിക്കും. ഇത് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒക്കെ കൂടുതൽ പവർഫുള്ളും എനർജറ്റിക്കുമാക്കി തീർക്കും. കൂടാതെ ഈ ദിവസങ്ങളിൽ നമ്മൾ വളരെ റിലാക്സ്ഡും ഹെൽത്തിയും ഹാപ്പിയുമായിരിക്കും. അതുപോലെ സ്ഥിരമായി മെഡിറ്റേഷൻ ചെയ്ത് ഉയർന്ന തലങ്ങളിൽ എത്താൻ സാധിച്ചാൽ നമ്മൾക്ക് കൂടുതൽ അതീന്ദ്രിയ ജ്ഞാനങ്ങളും സിദ്ധികളും ലഭിച്ചു തുടങ്ങും. അതായത് ഏതൊരു സാധാരണ വ്യക്തിക്കും മികച്ച രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ സിക്സ്ത് സെൻസൊക്കെ നേടാൻ സാധിക്കും. ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേരിടുന്ന എല്ലാ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളും മെഡിറ്റേഷനിലൂടെ പരിഹരിക്കാൻ സാധിക്കും. ഇനി നമുക്ക് മെഡിറ്റേഷൻ എങ്ങനെ ചെയ്തു തുടങ്ങാമെന്ന് നോക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ കഥയിൽ പറഞ്ഞ പോലെ ഞാൻ ആദ്യകാലത്ത് പ്രാക്ടീസ് ചെയ്തു വന്ന സിമ്പിൾ മെഡിറ്റേഷനാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത്. മെഡിറ്റേഷൻ ചെയ്യാനായി ആദ്യം ഒരു സ്വസ്ഥവും ശാന്തവുമായ സ്ഥലം കണ്ടെത്തുക. റൂമിന് അകത്തോ അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും നിങ്ങൾക്ക് വളരെ ശാന്തമായിരുന്ന് അധികം ശല്യങ്ങളൊന്നുമില്ലാതെ ചെയ്യാൻ സാധിക്കുന്ന സ്ഥലം തിരഞ്ഞെടുക്കുക. ഞാൻ വീട്ടിൽ എൻ്റെ റൂമിലിരുന്നാണ് മെഡിറ്റേഷൻ ചെയ്യാറ്. റൂമിൻ്റെ ഡോറൊക്കെ അടച്ച് അധികം ശബ്ദങ്ങളൊന്നുമില്ലാതെ ഒരു ശാന്തമായ അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കും.
ചില ദിവസങ്ങളിൽ ടിവിയുടെയും വീട്ടിലെ മറ്റു വ്യക്തികളുടെയും ശബ്ദങ്ങൾ ബുദ്ധിമുട്ടിക്കാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് ഞാൻ ഫാൻ ഓൺ ചെയ്ത് വെക്കും. അപ്പോൾ ഫാനിൻ്റെ ശബ്ദത്തിൽ ആ നോയ്സ് ക്യാൻസലായി കിട്ടും. തീരെ പറ്റാത്ത ദിവസങ്ങളിൽ ഞാൻ രാത്രി വൈകി ഉറങ്ങുന്നതിന് മുന്നെയാണ് മെഡിറ്റേഷൻ ചെയ്യാറ്. ആ സമയത്ത് എല്ലാവരും ഉറങ്ങും. അങ്ങനെയുള്ള ശാന്തമായ സമയത്താണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ അധികം ശബ്ദങ്ങളൊന്നും ബുദ്ധിമുട്ടിക്കാത്ത ശാന്തമായൊരു സ്ഥലവും അനുയോജ്യമായൊരു സമയവും തിരഞ്ഞെടുക്കുക. മെഡിറ്റേഷൻ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് അതിരാവിലെയും അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിനും മുന്നെയാണ്. ഞാൻ ആദ്യകാലത്ത് ചെയ്തു വന്നത് വൈകിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഒരു 8 മണി അല്ലെങ്കിൽ 9 മണി സമയങ്ങളിലാണ്. പിന്നീട് എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും അനുയോജ്യമായ സമയം മനസ്സിലാക്കിയ ശേഷം രാത്രി ഉറങ്ങുന്നതിന് മുന്നേയും രാവിലെ പറ്റുന്ന ദിവസങ്ങളിൽ അതിരാവിലെ 5 മണിക്ക് അല്ലെങ്കിൽ 7 മണിക്കൊക്കെ എൻ്റെ സൗകര്യം പോലെയാണ് ചെയ്യാറ്. ആദ്യകാലങ്ങളിൽ ഞാൻ ഒരു നേരം മാത്രമേ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. പിന്നീട് മെഡിറ്റേഷൻ്റെ സാധ്യതകളും ഉയർന്ന തലങ്ങളിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം മിക്ക ദിവസങ്ങളിലും 2 നേരം ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ മെഡിറ്റേഷന് വേണ്ടി ഇരിക്കുക. നിങ്ങൾക്ക് ചെയറിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ തറയിൽ ഇരുന്നിട്ടോ ചെയ്യാവുന്നതാണ്. ഇരിക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ വളരെ റിലാക്സ് ആയി ഇരിക്കാൻ സാധിക്കണം. നട്ടെല്ല് നിവർന്ന് വേണം ഇരിക്കാൻ. ചെയറിലാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു ഫ്ലാറ്റ് സർഫേസുള്ള ചെയർ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. അധികം സോഫ്റ്റ് അല്ലാത്ത ബെഡിൽ ഇരുന്നിട്ടും ചെയ്യാം. അല്ലെങ്കിൽ കാലുകൾ നിലത്ത് പതിക്കുന്ന രീതിയിൽ കട്ടിലിൻ്റെ സൈഡിൽ നടുനിവർന്നിരുന്നിട്ടും ചെയ്യാവുന്നതാണ്. നിലത്താണെങ്കിൽ ഒരു പായയോ യോഗ മാറ്റോ അല്ലെങ്കിൽ തുണിയോ വിരിച്ചിട്ട് ഇരുന്ന് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സൗകര്യപ്രദമായ പോസ്ചറിൽ നട്ടെല്ല് നിവർന്ന് ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാം. നന്നായിട്ട് ഇരുന്ന ശേഷം നമ്മൾക്ക് മെഡിറ്റേഷൻ്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളിലേക്ക് കടക്കാം. കണ്ണുകൾ അടയ്ക്കുക. 3 തവണ ദീർഘശ്വാസം എടുത്ത് വിട്ട് പൂർണ്ണമായും റിലാക്സ് ചെയ്യുക. നമ്മുടെ ശരീരം റിലാക്സ് ചെയ്യുമ്പോൾ നമ്മുടെ കോൺഷ്യസ്നസ് അഥവാ ബോധം ശരീരത്തിൽ നിന്ന് മനസ്സിലേക്ക് കടക്കും. ഈ സമയത്ത് ഒരുപാട് ചിന്തകൾ വരാൻ തുടങ്ങും. നമ്മൾക്ക് പല വ്യക്തികളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചുമൊക്കെ ചിന്തകൾ വരും. കൂടാതെ നിങ്ങൾ ചെയ്യാൻ മറന്നുപോയ പല കാര്യങ്ങളും ഓർമ്മ വരും. അതപ്പോൾ ചെയ്യാൻ തോന്നും. പല ഐഡിയാസൊക്കെ വരാൻ തുടങ്ങും. അത് പിന്നെ മറന്നുപോയാലോ എന്ന് തോന്നും. അങ്ങനെ ഒരു കെട്ടുകണക്കിന് ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ചിന്തകളെ അധികം മൈൻഡ് ചെയ്യാതിരിക്കുക. ചിന്തകളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകാതിരിക്കാനായി നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. നമ്മൾ ശ്വാസം അകത്തേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും ഒന്ന് നിരീക്ഷിക്കുക. നമ്മൾ ബോധപൂർവം ശ്വാസത്തെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കരുത്. അതായത് നോർമലായിട്ടുള്ള ശ്വസനം അതുപോലെ തന്നെ നടക്കട്ടെ. നമ്മൾ അതിനെ ഒന്ന് ഫ്രീ ആയിട്ട് നിരീക്ഷിച്ചാൽ മാത്രം മതി. കൺട്രോൾ ചെയ്യാൻ പോകരുത്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു സീക്രട്ട് കീ. ഇടയ്ക്ക് നമ്മുടെ ശ്രദ്ധ വീണ്ടും ചിന്തകളുടെ പുറകെ പോകും. അപ്പോൾ വീണ്ടും ശ്രദ്ധ ശ്വാസം നിരീക്ഷിക്കുന്നതിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ശ്വാസം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശ്വാസം ചുരുങ്ങി വരുന്നതായിട്ട് തോന്നും. അതേസമയം നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന ചിന്തകളുടെ അളവ് കുറയാൻ തുടങ്ങും. അങ്ങനെ അവസാനം നമ്മുടെ ശ്വാസം വളരെ ചെറുതാകും. എന്നിട്ട് പുരികങ്ങൾക്കിടയിൽ ഒരു ഫ്ലാഷ് പോലെ ആയിത്തീരും. അതേസമയം നമ്മുടെ ചിന്തകളും പൂർണ്ണമായും ഇല്ലാതാകും. ഈ ഒരു സ്റ്റേജിലെത്തിയാൽ നമ്മൾക്ക് ചിന്തകൾ ഉണ്ടാവില്ല. പൂർണ്ണമായും തോട്ട്ലെസ് ആയിരിക്കും. അതുകൊണ്ട് ഈ അവസ്ഥയെ നിർവിചാരാവസ്ഥ അല്ലെങ്കിൽ തോട്ട്ലെസ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നു. ഇതാണ് ശരിക്കും മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ്. ഈ ഒരു സ്റ്റേറ്റിൽ നമ്മൾ കോസ്മിക് എനർജിയുടെ ഷവറിലായിരിക്കും. അതായത് കോസ്മിക് എനർജിയുടെ ഒരു പ്രവാഹത്തിലായിരിക്കും. എത്രത്തോളം സമയം ഈ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ നമ്മൾക്ക് ഇരിക്കാൻ സാധിക്കുന്നോ അത്രത്തോളം നമ്മൾക്ക് കോസ്മിക് എനർജി ലഭിക്കും. ഈ കോസ്മിക് എനർജി നമ്മുടെ എനർജി ബോഡിയിലൂടെ ഒഴുകും. അതായത് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലുടനീളം ഒഴുകും. ആയിരക്കണക്കിന് നാഡികൾ അല്ലെങ്കിൽ എനർജി ട്യൂബുകൾ കൊണ്ടാണ് എനർജി ബോഡി ഫോം ചെയ്തിട്ടുള്ളത്. എല്ലാ എനർജി ട്യൂബുകളും നമ്മുടെ തലയുടെ മുകളിലെ ഒരു ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഭാഗം ബ്രഹ്മരന്ധ്ര എന്നറിയപ്പെടുന്നു. ഈ ഒരു ഭാഗത്തു കൂടി കോസ്മിക് എനർജി നമ്മളിലേക്ക് ഒഴുകിയെത്തുന്നു. സാധാരണഗതിയിൽ നമ്മളിലേക്ക് വരുന്ന കോസ്മിക് എനർജിയെ നമ്മുടെ അനാവശ്യ ചിന്തകൾ തടസ്സപ്പെടുത്തുന്നു. അതായത് ബ്ലോക്ക് ചെയ്യുന്നു. നമ്മൾക്ക് ലഭിക്കേണ്ട കോസ്മിക് എനർജിയുടെ അളവിൽ കുറവ് വരുമ്പോൾ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലുള്ള എനർജി ട്യൂബ്സിലെ എനർജി കുറയുന്നു. അങ്ങനെ ഇത് നമ്മുടെ എനർജി ബോഡിയിൽ പാച്ചുകൾ ഉണ്ടാക്കുന്നു. ഇത് പിന്നീട് നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ പല അസുഖങ്ങളിലേക്ക് വഴിയൊരുക്കുന്നു. അപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ ധാരാളം കോസ്മിക് എനർജി ലഭിക്കുന്നു. ഇത് നമ്മുടെ എനർജി ബോഡിയിലെ പാച്ചസ് ഒക്കെ ഇല്ലാതാക്കി നമ്മളെ പൂർണ്ണമായും ആരോഗ്യവാന്മാരാക്കുന്നു. അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമ്മുടെ അസുഖങ്ങളൊക്കെ ഇല്ലാതാക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം നമ്മൾക്ക് എപ്പോഴും വളരെ ഹെൽത്തിയും എനർജറ്റിക് ആയിരിക്കാൻ സാധിക്കുന്നു. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനി മെഡിറ്റേഷൻ്റെ സ്റ്റെപ്സ് നമ്മൾക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്ത് നോക്കാം. ആദ്യം നിങ്ങളൊരു ശാന്തമായ സ്ഥലം കണ്ടെത്തുക. അതിനുശേഷം കംഫർട്ടബിളായ പോസ്ചറിൽ ഇരിക്കുക. എന്നിട്ട് കണ്ണുകൾ അടച്ച ശേഷം 3 തവണ ദീർഘശ്വാസം എടുത്തുവിട്ട് റിലാക്സ് ചെയ്യുക. അതിനുശേഷം ചിന്തകൾ ഒഴിവാക്കാനായി നിങ്ങളുടെ ശ്വാസം നിരീക്ഷിക്കുക. ശ്രദ്ധ ചിന്തകളിലേക്ക് പോവുകയാണെങ്കിൽ
വീണ്ടും ശ്വാസം നിരീക്ഷിക്കുന്നതിലേക്ക് തിരിയുക. അങ്ങനെ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ശ്വാസം ചുരുങ്ങുന്നതായിട്ടും ചിന്തകൾ കുറയുന്നതായിട്ടും അനുഭവപ്പെടും. അങ്ങനെ അവസാനം പൂർണ്ണമായും ചിന്തകളില്ലാത്ത നിർവിചാരാവസ്ഥയിൽ എത്താനാകും, അതായത് തോട്ട്ലെസ് സ്റ്റേറ്റിൽ എത്താൻ സാധിക്കും. ഈ ഒരു സ്റ്റേറ്റാണ് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ്. ഈ ഒരു സ്റ്റേറ്റിൽ നിങ്ങൾക്ക് പറ്റുന്ന നേരത്തോളം മെഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്യുക. ഇത്രയാണ് മെഡിറ്റേഷൻ്റെ സ്റ്റെപ്സ്. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കും. ആദ്യമൊക്കെ കുറഞ്ഞത് 5-10 മിനിറ്റ് വരെയെങ്കിലും മെഡിറ്റേഷനിൽ ഇരിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് പിന്നീടുള്ള ദിവസങ്ങളിൽ ക്രമേണ സമയം വർദ്ധിപ്പിച്ചു കൊണ്ടുവരിക. ഞാൻ ആദ്യകാലത്ത് 5 മിനിറ്റൊക്കെ ഇരിക്കാൻ ശ്രമിച്ചു. പിന്നീട് അത് ക്രമേണ വർദ്ധിപ്പിച്ച് 20 മുതൽ 30 മിനിറ്റ് വരെ ഡെയിലി മെഡിറ്റേഷൻ ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ പാർട്ട് 1 വീഡിയോയിൽ പറഞ്ഞ മാറ്റങ്ങൾ എനിക്ക് കണ്ടു തുടങ്ങിയത്. എനിക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും ഇത് സാധിക്കും. തീർച്ചയായും ശക്തമായിട്ടുള്ള ഒരു ആഗ്രഹത്തോടു കൂടി മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നല്ല പുരോഗതി വരുത്താൻ തീർച്ചയായും സഹായിക്കും. ഇനി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ബോണസ് ടിപ്പാണ്. മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനായി ഒരു ദിവസം പോലും മുടങ്ങാതെ 30 ഡേയ്സ് പ്രാക്ടീസ് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ലക്ഷ്യം. അങ്ങനെ ഞാൻ ഡെയിലി കലണ്ടറിൽ മാർക്ക് ചെയ്തിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെയാണ് ചെയ്തു വന്നത്. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ കലണ്ടറിലൊക്കെ മാർക്ക് ചെയ്ത് കൺസിസ്റ്റൻ്റായി മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ മെഡിറ്റേഷൻ വീഡിയോ സീരീസിലെ 2ാമത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ മെഡിറ്റേഷൻ വീഡിയോ സീരീസിൽ ഇനിയും ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മെഡിറ്റേഷനെ കുറിച്ച് വളരെ നല്ലൊരു ഐഡിയ എല്ലാവർക്കും ലഭിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മെഡിറ്റേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനിയും മെഡിറ്റേഷനെ കുറിച്ച് ഒരുപാട് നല്ല വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പൊ ഇന്ന് തന്നെ മെഡിറ്റേഷൻ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. ആ മാറ്റം നിങ്ങൾ അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സുമൊത്ത് ഷെയർ ചെയ്യുക. അപ്പൊ നിങ്ങളുടെ സംശയങ്ങളും സജഷൻസും ഒക്കെ തീർച്ചയായും കമന്റ് ചെയ്യുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് നല്ല നല്ല വീഡിയോസ് വരുന്നുണ്ട്. നിങ്ങളുടെ വിലയേറെ സമയം ചെലവഴിച്ച് ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി.